നമസ്കാരം, ഞാൻ ഷൈജു ആദപ്പള്ളി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ബിഷപ്പിന്റെ വിളി. എന്താ ബിഷപ്പിന്റെ വിളി? ദൈവം മനസ്സിൽ തന്നൊരു വാക്കാണത്. അതാണ് തെരുവിൽ അലഞ്ഞു നടക്കുന്നവർക്കും വഴിയരിയിൽ കഴിയുന്നവരും അഗതികളും നിരാലംബരുമാർക്കുള്ള സെയിന്റ് മേരീസ് പേർമിൻസ്റ്റീൻ ജാസറ്റൈൻ കിച്ചനും എറണാകുളം നോർത്ത് ജനമൈത്രി പോലീസും കൂടെ ചേർന്നുള്ള ഒരു സംരംഭമാണ്. സൗജന്യമായിട്ട് പാവപ്പെട്ടവർക്ക് അഗതികൾക്ക് ഭക്ഷണ വിതരണങ്ങൾ സുമനസ്സുകളുടെ സഹായത്തോടെയാണ് എത്തിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിലധികമായിട്ട് ഇത് ദൈവാനുഗ്രഹത്താൽ മുന്നോട്ട് പോവുകയാണ്. ഒരു കൊട്ടിഘോഷങ്ങളുമില്ല. പക്ഷേ എളിയവരോടുള്ള അലിവും കരുണയും, പ്രത്യേകിച്ച് നോയമ്പ് കാലമാണ്. ഈ നോയമ്പ് കാലഘട്ടത്തിൽ തങ്ങളുടെ നോയമ്പിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും പങ്ക് ഉദാര മനസ്ഥിതിയോടെ സഹായിക്കുന്നവരുടെ സന്മനസ്സാണ്. നമുക്ക് നോയമ്പാണെങ്കിൽ ഇവർക്ക് ചിക്കനും കുമ്പളങ്ങക്കറിയും അതുപോലെ അച്ചാറുമാണ് ഒരുക്കിയിട്ടുള്ളത്. അത് നല്ല വൃത്തിയുള്ള കണ്ടെയ്നർ പാക്കറ്റുകളിലാണ്. അപ്പോൾ മാലിന്യ പ്രശ്നങ്ങൾ നമ്മൾ സഹായം ചെയ്യുന്നു പറഞ്ഞ് നഗരസഭയ്ക്ക് വിഷമം ഉണ്ടാകരുത്. അപ്പോൾ മാലിന്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇതാവുമ്പോൾ സ്ക്രാപ്പുകാർ പറക്കിക്കൊണ്ടുപോകും. അപ്പോൾ പൂർണ്ണമായിട്ട് ഹെൽത്തിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇത് വിശപ്പ് ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. എല്ലാവരുടെയും ഒരു വിളിയാണ്. അതുകൊണ്ടാണ് ഈ വിശപ്പിന്റെ വിളി. ജാതിയും മതവും ഇല്ല. നാനാജാതി വസ്തുരായ വിശന്ന് പൊരിയുന്ന നിരാലംബർക്ക്, വിശന്നിട്ടുള്ളവർക്ക് മാത്രമേ വിശപ്പിന്റെ ആ വിളി അറിയാനായിട്ട് പറ്റൂ. അവർക്കാണ് ഈ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നത്. നന്ദിയോടെ സഹായിച്ച കരങ്ങളെയും മനസ്സുകളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മത്തായി 25:40 പറയുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. നമ്മൾ ഏത് ജാതിയിലും മതത്തിലും പെട്ടവരായാലും ദൈവത്തിന് ജാതി മതമില്ല, സൂര്യന് ജാതി മതമില്ല. ഈ ഭൂമിയിലെ എല്ലാറ്റിൻ്റെയും മേൽ സൂര്യൻ ചൂടും വെളിച്ചവും തരുന്നത് പോലെ ദൈവം ഈ ഭൂമിയിലെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. അപ്പോൾ പാവപ്പെട്ടവരെ എളിയവരെ സഹായിക്കാനുള്ള ഈ സംരംഭങ്ങളിൽ ഉദാര മനസ്ഥികളെ ഈ 3 വർഷത്തിലധികമായിട്ട് ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് ദൈവദത്തമായ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഈ വിശപ്പിന്റെ വിളി ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി സഹായിക്കുന്നവരെയും ജോലിയെടുക്കുന്ന വ്യക്തികളെയും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. നൽകുന്നവരെയും സ്വീകരിക്കുന്നവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഒത്തിരി സ്നേഹത്തോടെ ബ്രദർ ഷൈജു ആദപ്പള്ളി.